APJ, a progressive journey. എ പ്രോഗ്രസീവ് ജേർണിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉണ്ടാകേണ്ട 10 ക്വാളിറ്റികളെ പറ്റിയാണ് ഞാൻ ഈ സീരീസിൽ സംസാരിക്കുന്നത്. 7 ഘടകങ്ങളെ പറ്റി മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞു കഴിഞ്ഞു. മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് കാണാവുന്നതാണ്. ഈ പ്രയാണത്തിലെ 8ാമത്തെ ഘടകത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അത് പോസിറ്റീവ് തിങ്കിങ് ആണ്. നല്ല ചിന്തയെന്നോ ശുഭചിന്തയെന്നോ ക്രിയാത്മക ചിന്തയെന്നോ ഒക്കെ മലയാളത്തിൽ വിശേഷിപ്പിക്കാം. അത് പ്രതീക്ഷയുടെ ചിന്തയാണ്. എല്ലാ മനുഷ്യരെയും ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളുടെ വെള്ളി വെളിച്ചമാണ്. ഏത് പ്രതിസന്ധികളിലും നിന്നും കരകയറാൻ മനുഷ്യരെ സഹായിക്കുന്നത് ഈ പ്രതീക്ഷയാണ്, ഹോപ്പ് ആണ്. ശുഭകരമായ ഒരു നാളെയുണ്ടാകുമെന്ന വിശ്വാസം, സന്തോഷത്തിന്റെ പുലരികൾ വിടരുമെന്ന പ്രതീക്ഷ. ഈ പ്രതീക്ഷയാണ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് വലിയ വിജയത്തിലെത്താൻ മാത്രമല്ല, ഏത് ജീവിതാവസ്ഥയിലും അനിവാര്യമാണ്. നെഗറ്റീവ് തോട്ട്സ് അഥവാ നിഷേധാത്മക ചിന്തകൾ നമ്മെ തന്നെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, അത് സമൂഹത്തെയും കാർന്നു തിന്നുന്ന ക്യാൻസറാണ്. ആയതിനാൽ പരമാവധി നിഷേധാത്മക ചിന്തകൾ ഒഴിവാക്കി ശുഭകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. യഥാർത്ഥ വിപ്ലവങ്ങൾ മനസ്സുകളിലാണ് നടക്കേണ്ടത്. ഒരാൾ നവീകരിക്കപ്പെട്ടാൽ അത് കുടുംബത്തെ നവീകരിക്കും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു നാടുണ്ടാവുന്നത്. ഒരു നാടിന്റെ വളർച്ച, അഭ്യുന്നതി ഒരു രാജ്യത്തെ തന്നെ സ്വാധീനിച്ചേക്കാം. അങ്ങനെ കുറെ നല്ല രാജ്യങ്ങൾ ചേരുമ്പോഴാണ് നല്ലൊരു ലോകം സംജാതമാകുന്നത്. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ, we can change the world and make it a better place. It is in your hands to make a difference. എന്താണ് പോസിറ്റീവ് തിങ്കിങ്? അത് നിലവിലെ സാഹചര്യത്തിലുള്ള സംതൃപ്തിയാണ്. ഉള്ളതിനെ അംഗീകരിക്കലാണ്, അക്സെപ്റ്റൻസ്. എല്ലാം ശുഭകരമായി തീരുമെന്ന പ്രതീക്ഷയാണ്. തന്നിലും മറ്റുള്ളവരിലുമുള്ള നന്മയെ കാണലാണ്. കഴിവുകളെ അംഗീകരിക്കലാണ്, ശക്തികളെ എതിരേൽക്കലാണ്, അതെല്ലാം പ്രോത്സാഹിപ്പിക്കലാണ്. അതൊരു തരം ഊർജമാണ്, ക്രിയാത്മകമായ ശക്തിയാണ്, ചൈതന്യമാണ്, മുന്നോട്ട് കുതിക്കാനുള്ള അഭിവാഞ്ചയാണ്. നൽകപ്പെട്ട ഓരോ നിമിഷങ്ങളെയും സാഹചര്യങ്ങളെയും ഉപയുക്തമാക്കലാണ്. ജീവിതത്തിന്റെ നൽകപ്പെട്ട അർത്ഥങ്ങൾ അറിഞ്ഞ് സന്തോഷത്തിന്റെ ലോകങ്ങൾ സൃഷ്ടിക്കലാണ്. ഒരു ഗ്ലാസ്സിലെ പാതി നിറയ്ക്കപ്പെട്ട വെള്ളം കാണുമ്പോൾ ആ ഗ്ലാസ്സിൽ പാതി വെള്ളമുണ്ടെന്ന സാക്ഷ്യമാണ്. വെളുത്ത ബോർഡിലെ ഏതാനും കറുത്ത ഡോട്ട്സ് കാണുമ്പോഴും ആ ബോർഡ് വെള്ള തന്നെയാണ് എന്ന് അംഗീകരിക്കലാണ്. തന്റെ കുറവുകൾ, ദാരിദ്ര്യം, അവസ്ഥയൊക്കെ കാണുമ്പോൾ അതിനേക്കാൾ കഷ്ടപ്പെടുന്ന എത്രയോ പേർ ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവാണ് പോസിറ്റീവ് തിങ്കിങ്. അതേസമയം നെഗറ്റീവ് തിങ്കിങ്, നിഷേധാത്മക ചിന്തകൾ ഫോക്കസ് ചെയ്യുന്നത് കുറവുകളിലായിരിക്കും. ഇല്ലാത്തതിനെ പറ്റിയുള്ള വേവലാതികൾ, അനാവശ്യ പരാതികൾ, നന്മയേക്കാൾ തിന്മയെ കണ്ടെത്തുന്നതിനുള്ള ത്വര, നിരാശ, അസൂയ, ആ പട്ടിക അങ്ങനെ നീണ്ടുപോകുന്നു. ഇത്തരം ചിന്തകൾ നമ്മെ വളർത്തുകയല്ല, തളർത്തുകയാണ് ചെയ്യുന്നത്. അത് സമൂഹത്തെയും ബാധിക്കും. നെഗറ്റീവ് തിങ്കിങ് ഉള്ളവർ തനിക്ക് തന്നെ മാത്രമല്ല, അവർ കുടുംബത്തിനും സമൂഹത്തിനും തന്നെ വലിയ ബാധ്യതയാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, ദേ ഹാവ് എ പ്രോബ്ലം ഫോർ എവറി സൊല്യൂഷൻ. ഏത് പ്രശ്ന പരിഹാരത്തിലും പുതിയൊരു പ്രശ്നം കണ്ടെത്തുന്നവരാണ് ഈ കൂട്ടർ. അവരൊരിക്കലും സംതൃപ്തരാകില്ല. ഉള്ള നന്മകൾ കാണാതെ, സന്തോഷം അനുഭവിക്കാതെ, ഇല്ലാത്ത സ്വർഗം തേടി പോകുന്നവരാണിവർ. ആയതുകൊണ്ട് ഈ കൂട്ടരിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കാൻ ശ്രമിക്കുക, അകലം പാലിക്കുക. ഈ കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്ന മാനസിക ശാരീരിക ആഘാതം അത് വലുതാണ്. പോസിറ്റീവ് തിങ്കിങ് എന്നത് ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ് കൂടിയാണ്, ശുഭാപ്തി വിശ്വാസം. ഈ ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ ചെറുതല്ല. അവരുടെ ആയുർദൈർഘ്യം വർദ്ധിക്കും, ഹൃദയസ്തംഭന സാധ്യത മറ്റുള്ളവരെക്കാൾ കുറവായിരിക്കും, ശാരീരിക മാനസിക ആരോഗ്യം ഏറെ മെച്ചമായിരിക്കും, രക്തസമ്മർദ്ദത്തിന്റെ അളവിനെയും ഇത് സ്വാധീനിക്കും. ഉത്കണ്ഠകളെ, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും.
മാനസിക സന്തുലിതാവസ്ഥ ഇവരിൽ ഏറെ ദൃഢമായിരിക്കും. മാത്രമല്ല, ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രശ്നപരിഹാര കഴിവും ഇവർക്ക് കൂടുതലായിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടൊപ്പം പോസിറ്റീവ് തിങ്കിങ് നൽകുന്ന ഊർജം അത് സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന ചിന്തയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും ഒക്കെ നല്ലതിനാണെന്നുള്ള കാഴ്ചപ്പാട്. അക്ബറിനെയും ബീർബലിനെയും പറ്റി കേട്ടിട്ടുള്ള കഥകളിൽ ഒന്ന് ഇതാണ്. പതിവ് പോലെ ഒരു ദിവസം അക്ബറും ബീർബലും കൂടി വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്കിടയിൽ മൃഗത്തിന്റെ ആക്രമണത്തിൽ അക്ബറിന്റെ കൈക്ക് പരിക്ക് പറ്റി. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന ചിന്താഗതിക്കാരനായിരുന്നു ബീർബൽ. ചോര ചിന്തുന്ന അക്ബറിന്റെ കൈ കണ്ടപ്പോഴും ബീർബൽ പറഞ്ഞുവത്രേ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ബീർബലിന്റെ ഇത്തരം മറുപടികളിൽ കോപാകുലനായ അക്ബർ അദ്ദേഹത്തെ മർദ്ദിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് തനിയെ യാത്ര തുടർന്നു. ഉൾക്കാട്ടിലെത്തിയപ്പോൾ അവിടെ താമസിച്ചിരുന്ന ഗോത്രവർഗത്തിലെ ആളുകൾ അക്ബറിനെ തിരിച്ചറിയാതെ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടു. അമാവാസി നാളിൽ ഗോത്രദൈവങ്ങൾക്ക് ഒരാളുടെ ജീവൻ കൊടുക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ ബലിക്ക് അക്ബർ ആകട്ടെ എന്നവർ തീരുമാനിച്ചു. അതുപ്രകാരം അക്ബറെ പരിശോധിക്കാൻ വന്നപ്പോഴാണ് അയാൾ ബലിക്ക് യോഗ്യനായ വ്യക്തിയല്ല എന്നവർക്ക് കാണാനിട വന്നത്. പരിക്കുകളുള്ള ചോരയൊൽപ്പിച്ചു നിൽക്കുന്ന അക്ബർ നല്ല ബലിവസ്തുവല്ല എന്ന് അവർ തീരുമാനിച്ചു. ആയതിനാൽ അക്ബറിനെ വിട്ടയക്കുകയും ചെയ്തു അത്രേ. അക്ബർ ഉടനെ ബീർബലിനെ ഓർത്തു. സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന ബീർബലിന്റെ വാക്കുകൾ എന്റെ പരുക്ക് എത്ര നന്നായി, ആയതിനാൽ ജീവൻ തിരിച്ചു കിട്ടി. ഉടനെ ബീർബലിനെ തിരഞ്ഞോടി പൊട്ടക്കിണറ്റിൽ കിടക്കുകയായിരുന്ന ബീർബലിനെ പുറത്തെത്തിച്ചു. എന്നിട്ട് അക്ബർ ബീർബലിനോട് ചോദിച്ചു, താങ്കൾ പറഞ്ഞതുപോലെ എന്റെ പരുക്ക് നല്ലതിനായിരുന്നു, ആയതിനാൽ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ ഞാൻ താങ്കളെ മർദ്ദിച്ച് ഈ പൊട്ടക്കിണറ്റിലിട്ടു, അതെങ്ങനെയാണ് നല്ലതാവുന്നത്? ബീർബൽ പറഞ്ഞു, പ്രഭോ, അങ്ങ് എന്നെ മർദ്ദിച്ച് ഈ പൊട്ടക്കിണറ്റിൽ ഇട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവൻ അവിടെ ബലി കൊടുക്കേണ്ടി വരുമായിരുന്നു. പരുക്കുകൾ മൂലം അക്ബറിനെ അവർ വിട്ടയക്കും, പിന്നെ അവശേഷിക്കുന്നതോ ബീർബൽ. അങ്ങനെ ബീർബലിനെ അവർ ബലി കൊടുക്കുമായിരുന്നു. അതാണ് ശുഭചിന്തയുടെ, ക്രിയാത്മക ചിന്തയുടെ, നല്ല ചിന്തയുടെ ദൃഷ്ടാന്തം. ഏത് പരാജയത്തിലും ദുഃഖത്തിലും ദുരന്തത്തിലും പ്രതീക്ഷ കൈവിടാതെയുള്ള മനോനില. ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസിയായിരിക്കാൻ നമുക്ക് സാധിച്ചെന്നു വരില്ല. അതത്ര എളുപ്പമല്ലതാണ്. എങ്കിലും മാക്സിമം ക്രിയാത്മക ചിന്തയുടെ പക്ഷം പിടിക്കാൻ നോക്കുക. അനാവശ്യ മാത്സര്യ ബുദ്ധിയും പകയും നിഷേധാത്മക നിലപാടുകളും ഒഴിവാക്കാൻ ശ്രമിക്കുക. മനസ്സ് ശാന്തമായി ഒഴുകാൻ അനുവദിക്കുക. ചിരിക്കാൻ, അഭിനന്ദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സന്തോഷമായാലും സങ്കടമായാലും ഒന്നോർക്കുക, ഈ സമയവും കടന്നുപോകും. ഓരോന്നും സംഭവിക്കാൻ ഓരോ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ ചെയ്താലും തലകുത്തി മറിഞ്ഞാലും നടക്കേണ്ട സമയത്തെ അതൊക്കെ നടക്കൂ. കർമ്മം ചെയ്യുക, കർമ്മഫലം ആഗ്രഹിക്കാതിരിക്കുക. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടാകും. റോണ്ട ബേണിന്റെ ദ സീക്രട്ട് പോലുള്ള പുസ്തകങ്ങൾ ഈ സിദ്ധാന്തത്തെ കൂടുതൽ പോപ്പുലറാക്കി. അതായത് ഒരാളുടെ ക്രിയാത്മക ചിന്തകൾ, ശുഭചിന്തകൾ അയാൾക്ക് ക്രിയാത്മക ഫലങ്ങളും കൊണ്ടുവരുമെന്നതാണ് രത്നചുരുക്കം. നിഷേധാത്മക ചിന്തകൾ നിഷേധാത്മക ഫലങ്ങളും കൊണ്ടുവരും. അതേത് മേഖലയായാലും, ആരോഗ്യം, സാമ്പത്തികം, ബന്ധങ്ങൾ, ഏതിലും ഈ തിയറി അനുവർത്തിക്കപ്പെടും. എപ്പോഴും ക്രിയാത്മക മനസ്സ് നിലനിർത്തുക എന്നുള്ളത് 100% സാധിച്ചെന്ന് വരില്ല. മാത്രവുമല്ല, ജന്മന നമുക്ക് കിട്ടിയിട്ടുള്ള ചില ശീലങ്ങളും ഉണ്ടാകും. ജീനിലൂടെ കൈമാറി കിട്ടിയ സ്വഭാവങ്ങൾ, അത് രക്തത്തിലൂടെ, നമ്മുടെ ബാല്യകാല അനുഭവങ്ങളിലൂടെ, പഠിപ്പിച്ച അധ്യാപകരിലൂടെ, സുഹൃത്തുക്കളിലൂടെ, സമൂഹത്തിലൂടെ കിട്ടിയ അനുഭവങ്ങളിലൂടെയൊക്കെ കൈമാറി കിട്ടിയ നിലപാടുകളാകും അത്. പലരുടെയും രക്തത്തിൽ തന്നെ ഒരുതരം നിഷേധാത്മക നിലപാടുകൾ ഉണ്ടാവും. അതൊന്നും തന്നെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. തുടർച്ചയായ പരിശ്രമങ്ങളിലൂടെ, മനനത്തിലൂടെ, തിരിച്ചറിവിലൂടെ, വായനയിലൂടെ, നല്ല സൗഹൃദങ്ങളിലൂടെയൊക്കെ അതിൻ്റെ ശക്തമായ ഭിത്തികൾ
തകർക്കാൻ സാധിക്കൂ. തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഏത് മേഖലയിലാണ് താൻ നെഗറ്റീവ് ചിന്തകൾ പ്രയോഗിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് കണ്ടെത്തുക. ആ തലത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിഷേധാത്മകത വളർത്തുന്ന വാർത്തകൾ, വീഡിയോകൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നൊക്കെ പരമാവധി വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. എപ്പോഴും എൻഗേജ് ആയിരിക്കാൻ ശ്രമിക്കുക. An empty mind is devil's workshop എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ചിട്ടയായ ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. നല്ല ചിന്തകൾ പ്രദാനം ചെയ്യുന്ന വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുക. വിശാലമായ മനസ്സോടെ കാര്യങ്ങൾ നോക്കിക്കാണുക. പുതിയത് പഠിക്കാൻ ശ്രമിക്കുക. സ്വയം മതിപ്പുണർത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. എന്തിലും നന്മ കണ്ടെത്താനും മറ്റുള്ളവരെ അഭിനന്ദിക്കാനും ശീലിക്കുക. ഒരു കാര്യം ഓർക്കുക, പോസിറ്റീവ് തിങ്കിങ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ജീവിതം വിജയിപ്പിക്കാൻ സാധ്യമല്ല. ഏതുതരം വിജയമാണെങ്കിലും അതൊക്കെ ക്രിയാത്മക ചിന്തകളുടെ, ശുഭചിന്തകളുടെ വെന്നിക്കൊടി പാറിക്കലാണ്.